16th October 2025 ആ ടൈമിലാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റർ വാങ്ങി ടെസ്റ്റ് ചെയ്യുന്നതും പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ തന്നെ 1 വീക്ക് ഒരു ഗ്യാപ്പിൽ ഞാൻ നമ്മളെ ക്രോയ്ഡൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഏർലി പ്രഗ്നൻസി അസസ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ UK-ലുള്ള ആൾക്കാർ നമ്മളെല്ലാവരും NHS-ന്റെ അണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നമുക്കൊരു GP ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കൺസേൺസിന് നമ്മൾ GP-യിൽ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ, പിന്നെ എൻ്റെ ജോബിലേക്ക് ഇതുപോലെ അവരെ മെയിൽ അയച്ച് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അസസ്മെന്റ് ബുക്ക് ചെയ്തത്. ഒരു 15 മിനിറ്റ്സ് അൾട്രാസൗണ്ട് സ്കാനിങ് ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കൺസേൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുപോലെ പ്രഗ്നൻസി ടെസ്റ്ററിൽ പോസിറ്റീവ് ആണെന്നും പിന്നെ എനിക്ക് ഇതുപോലെ യൂറിൻ ടെൻഡൻസി ഉണ്ട്, അബ്ഡോമിനൽ ക്രാംസ് ഉണ്ട്, അപ്പോൾ എനിക്കൊന്ന് കൺഫേം ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്കാനിങ്ങിന് ശേഷം അവർ നമുക്ക് ഒരു ഫുൾ റിപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അൾട്രാസൗണ്ട് പിക്ചേഴ്സ് ഓഫ് ദ ബേബി. അവർ പറഞ്ഞു നോർമലി ഇത് ക്ലിയർ ആയിട്ട് കാണാറില്ല, ബട്ട് ബൈലൊക്കെ ഞങ്ങളുടെ നല്ല വിസിബിൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. മാഷാഅല്ലാ. പിന്നെ നമ്മുടെ അവർ പറയും ഇനി എന്തൊക്കെ ചെയ്യണം, NHS-ലും ഹോസ്പിറ്റലൊക്കെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തത് ക്രോയ്ഡൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്തു. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ മെയിലുകൾ വരും, നമ്മൾ പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ എവിടേക്ക് രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ റെയിൽവേയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഞാൻ വർക്കിന് എപ്പോഴും യൂസ് ചെയ്യുന്നത് റെയിൽവേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ബേബി ഓൺ ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടാഗൊക്കെ, ഒരു പിൻ ടാഗൊക്കെ ഇങ്ങനെ മെയിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ ഉമ്മ എപ്പോഴും പറയും നമ്മൾ ഉമ്മാരെപ്പോഴും ഓർഗനൈസ്ഡ് ആൻഡ് ഹൈജീൻ ആയിട്ടിരുന്നാലേ കുട്ടികളെപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ റുട്ടീൻ സ്കിൻ ആൻഡ് ബോഡി കെയർ ഞാൻ വെൽ പ്ലാൻഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഫുഡിൻ്റെ കാര്യത്തിൽ പോലും. അതൊന്നും ബേബിയുടെ ഹെൽത്ത് മാത്രം കൺസേൺ ചെയ്തിട്ടായിരുന്നില്ല. ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് ആവുന്നത് പോലെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരുമല്ലോ. അതായത് സ്ട്രെച്ച് മാർക്ക്, മുടി ഒഴിച്ചിൽ, അങ്ങനത്തെ എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് അതിഥികൾ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്ന് ചിന്തിച്ചിട്ടാട്ടോ. പിന്നെ ആ ഒരു ടൈമിൽ എനിക്കത്ര ഡിസ്കംഫേർട്ട്സോ ടയർനെസ്സോ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് യൂറിൻ ടെൻഡൻസിയും കുറച്ച് സ്ലീപ്പി ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം എൻ്റെ സെക്കൻഡ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ട്രിമസ്റ്ററിൽ. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി അറിയുന്നത് തന്നെ ഒരു 4 weeks and 5 days, അതായത് 1 month കഴിയുന്ന ഒരു ടൈമിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുൾ പ്ലാൻ ചെയ്ത് എല്ലാവരും സെർച്ച് ചെയ്ത് ഒരു പ്ലാൻ മേക്കറാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്കത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ഫുഡ് ഇൻടേക്ക് ആയാലും യോഗ ആൻഡ് എക്സസൈസ് എവരിത്തിങ്. നമുക്ക് ജോബിന് ഇങ്ങനെ കൺഫർമേഷൻ അസസ്മെന്റ് റിസൾട്ട് വേണമെന്നില്ല, ടെസ്റ്ററിന്റെ പിക്കായാലും മതി കേട്ടോ. ബിക്കോസ് ആസ് എ ക്യാബിൻ ക്രൂ ഞങ്ങൾക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഫ്ലൈ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എനിക്ക് അവർ ഓഫീസ് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. 1 week ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഒരു ഓഫീസ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും ആ ഒരു ടൈമിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ എനിക്ക് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യമല്ല, ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ, നമ്മൾ ഓവർ തിങ്കേഴ്സ് കുറച്ചധികം തിങ്ക് ചെയ്യും, സെർച്ച് ചെയ്യും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വലിയ അസസ്മെൻറ്റ് മാത്രമേ എനിക്ക് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. മിഡ് വൈഫ് അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആൻഡ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.